പുനലൂർ ചെമ്മന്തൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഭൂമി തരം മാറ്റാൻ അനുമതി. 3 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നടപടിയായത്. ഭൂമി തരം മാറ്റിക്കഴിഞ്ഞാൽ കെട്ടിടത്തിന് നമ്പർ ലഭ്യമാക്കി തുടർ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും. 2022 നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ഇൻഡോർ സ്റ്റേഡിയം. നിലമായി രേഖപ്പെടുത്തിയ ഭൂമിയിലായിരുന്നു നിർമ്മാണം. ഇക്കാരണത്താൽ കെട്ടിടത്തിന് നമ്പർ ലഭ്യമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ഭൂമി പൊതു ആവശ്യത്തിന് തരം മാറ്റാൻ അനുമതി അഭ്യർത്ഥിച്ച് നഗരസഭാ സെക്രട്ടറി സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. PS സുബാൽ MLAയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് ഭൂമി തരം മാറ്റാൻ അനുമതി ലഭിച്ചിരിക്കുന്നത്. MLAയുടെയും നഗരസഭാധ്യക്ഷ K പുഷ്പലതയുടെയും നേതൃത്വത്തിൽ റവന്യൂ, കൃഷി, സ്പോർട്സ് മന്ത്രിമാരെ നേരിൽ കണ്ടിരുന്നു. ഭൂമി തരം മാറ്റുന്നതിന് അനുകൂലമായി പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തരം മാറ്റാൻ 2018 കേരള തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം കൃഷിവകുപ്പ് അനുമതി നൽകുകയായിരുന്നു. പരിവർത്തനപ്പെടുത്തുന്ന ഭൂമിയുടെ വിസ്തൃതി 20.2 ആർസിൽ കൂടുതലായതിനാൽ 10% ജലസംരക്ഷണ പ്രവർത്തികൾക്കായി നീക്കിവെക്കണമെന്നും തരം മാറ്റൽ സമീപത്തെ നീരൊഴുക്ക് തടസ്സപ്പെടുത്താതിരിക്കാൻ ഭൂമി മതിൽ കെട്ടി സംരക്ഷിക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. പുനലൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലും കൈവശാവകാശത്തിലുമുള്ള നിലത്തിൽ കിഫ്ബിയിൽ നിന്നുള്ള 5.63 കോടി രൂപ ചെലവിട്ട് സംസ്ഥാന കായിക യുവജനകാര്യ ഡയറക്ടറേറ്റും നഗരസഭയും ചേർന്നാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.